വളരെ ചെറിയ നടപടിക്രമങ്ങൾ കൊണ്ട് ലഭ്യമാകുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്ക് വായ്പകൾ. അത്തരം ബാങ്ക് വായ്പകളുടെ തിരിച്ചടവും അവ മുടങ്ങിയാലുള്ള നിയമ നടപടികളുമൊക്കെ വാർത്തകളിൽ നിറയുകയാണ് ഇപ്പോൾ. ഈ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ഗൾഫ് പനോരമയിൽ ആദ്യം. സാമ്പത്തിക അച്ചടക്കം, വരവിനനുസരിച്ച് ചിലവാക്കുക, പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നിങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഉപദേശ രൂപത്തിലും മുന്നറിയിപ്പ് പോലെയുമൊക്കെ പലവിധ ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കുന്നവരാണ് നാമൊക്കെ. അനിശ്ചിതമായ ജീവിത കാലയളവിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അച്ചടക്കം പ്രധാനമാണെന്ന് മതപുരോഹിതർ മുതൽ ബാങ്ക് മാനേജർമാർ വരെ ഉപദേശിക്കാറുണ്ട്. കയ്യിലുള്ള പണം കണക്കാക്കാതെ ചിലവാക്കുന്നവരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ പണം മിച്ചം പിടിക്കാത്തവരുമൊക്കെ കടുത്ത പ്രതിസന്ധികളിലേക്ക് വീണുപോയതിന്റെ പലവിധ കഥകൾ ദിനംപ്രതി കേൾക്കാറുമുണ്ട്. സാധാരണ ജോലി ചെയ്ത് അന്നന്നത്തെ വക കണ്ടെത്തുന്നവർ മുതൽ ലോട്ടറി കിട്ടി കോടിപതികളായവർ വരെ അവരുടേതായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ടെൻഷനുള്ളവർ ആയിരിക്കും. ഗൾഫിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് വിമാനം കയറും മുമ്പ് സ്വന്തക്കാരോടും സുഹൃത്തുക്കളോടും യാത്ര പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്: ഏറിയാൽ 3-4 വർഷം ബുദ്ധിമുട്ടൊക്കെ തീർത്ത് നാട്ടിൽ വന്ന് ജീവിക്കണം. പക്ഷേ ആ വിമാനയാത്ര മിക്കവരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് ജീവിതാവസാനം വരെയോ അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കും വരെയോ ഉള്ള പ്രവാസത്തിലേക്കാണ്. ഗൾഫ് മണ്ണിൽ കണ്ടുമുട്ടുന്ന എല്ലാ പ്രവാസികൾക്കും പറയാനുള്ള ജീവിതകഥകളുടെ തുടക്കം ഇങ്ങനെ തന്നെയാകും. ആമുഖമായി ഇത്രയൊക്കെ പറഞ്ഞത് ഈ റിപ്പോർട്ടിന്റെ വിഷയം സാമ്പത്തികമായതുകൊണ്ട് തന്നെ. കുവൈറ്റിൽ നിന്നും ബാങ്ക് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ടവർക്കെതിരെ നിയമ നടപടികൾ എടുത്തിരിക്കുന്നു എന്ന വാർത്ത കേരളത്തിലും പ്രവാസ ലോകത്തും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കടൽ കടന്ന് ഗൾഫ് പ്രവാസത്തിനെത്തിയവരിൽ ഒരുപാട് പേരുടെ ജീവിതത്തിന് വെളിച്ചം പകർന്നത് അധികം നൂലാമാലകളില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ബാങ്ക് വായ്പകളാകും. പക്ഷേ അതീവ ശ്രദ്ധയും സാമ്പത്തിക അച്ചടക്കവുമില്ലെങ്കിൽ തീരാത്ത പ്രതിസന്ധികളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കുമാകും ഇത്തരം ബാധ്യതകൾ പ്രവാസികളെ എത്തിക്കുക. ഇവിടെ വന്നെത്തി ഒരു ജോലിയൊക്കെ കിട്ടി അധികം വൈകാതെ നാട്ടിലുള്ളതിനേക്കാൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് പലരും കടക്കുന്നത്. ലോണ്, അത് പേഴ്സണൽ ലോൺ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസിൽ ലോൺ ആണെങ്കിലും ബിസിനസ് ലോൺ ആണെങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് UAE പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ ലോൺ കിട്ടാൻ വളരെ ഈസിയാണ്. അപ്പം ഞാനൊരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ എൻ്റെ ഒരു സാലറി സർട്ടിഫിക്കറ്റ്, ദെൻ 3 മന്ത്സിൻ്റെ ആ സാലറി ഡെപ്പോസിറ്റ് ആവുന്ന ഈ ഡോക്യുമെൻറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ഈസിയാണ്. മാത്രമല്ല ലോണിൻ്റെ ടണർ എന്ന് പറയുന്നത് നമുക്കിടെ സാലറി എത്രയാണോ സാലറി 20 ടൈംസ് വരെ നമുക്ക് സാലറി ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ ലോൺ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ തിരിച്ചടവ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം പ്രത്യേകമായി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, നമ്മുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നമ്മളാണ് തീരുമാനിക്കുന്നത്. വരുമാന രേഖയും താമസാനുമതി രേഖയും പാസ്പോർട്ടും വിസയും ഉണ്ടെങ്കിൽ ഗൾഫിലെ മിക്ക ബാങ്കുകളും വായ്പ അനുവദിക്കും. UAE 5000 ദിർഹം പ്രതിമാസ ശമ്പളമുള്ളവർക്ക് 1 ലക്ഷം ദിർഹം വരെ വായ്പ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പലിശ ചേർത്തുള്ള മാസതവണകളിലൂടെ കുറഞ്ഞ കാലയളവിൽ അടച്ചു തീർക്കാൻ സാധിക്കുന്നവയാണ് ഇത്തരം വായ്പകൾ. പക്ഷേ ഇവിടെ ലോൺ എടുക്കുന്ന പല പ്രവാസികളെയും പിന്നീട് പ്രതിസന്ധിയിലാക്കുന്നത് ജോലിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അസ്ഥിരതകളും അച്ചടക്കമില്ലാത്ത പണം ചിലവാക്കലുമാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മളൊരു ലോൺ എടുക്കേണ്ട സാഹചര്യം പറഞ്ഞ് വളരെ വളരെ അത്യാവശ്യ സാഹചര്യത്തിലായിരിക്കണം. കാരണം എല്ലാവരും സംഭവിക്കുന്നത് നമ്മുടെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ലോൺ എടുക്കാതിരിക്കുക കഴിയുമെങ്കിൽ. സെക്കൻഡ് വൺ, അഥവാ നമ്മളൊരു ലോൺ എടുക്കാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാവർക്കും പറ്റുന്നത് നാട്ടിലേക്കാൾ വേഗത്തിൽ ലോണ് കിട്ടുമെന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ ലോൺ എടുക്കും. ഈ കാര്യങ്ങൾ ആരും ചിന്തിക്കാറില്ല. എന്നിട്ട് നമ്മുടെയൊക്കെ ജോലിക്ക് ഒരു സുസ്ഥിരത, അതായത് നമുക്ക് എന്നും ഈ ജോലി ഉണ്ടാവുന്നു, അപ്പോൾ ഞാനായിക്കോട്ടെ, ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ബോധ്യം വേണം. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മണി മാനേജ്മെൻറ്റിലെ വീഴ്ചകളാണല്ലോ പലർക്കും ഇത് പറ്റുന്നത്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ വിഷമങ്ങൾ കേൾക്കുന്നതിന് പരിമിതിയുണ്ട്. ഗൾഫിലെ ബാങ്കുകളിൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ലോൺ എടുത്തതിന് ശേഷം കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി മറ്റിടങ്ങളിലേക്ക് പോയവർ മുതൽ പലവിധ കാരണങ്ങളാൽ ജോലി നഷ്ടം സംഭവിച്ചവർ വരെ അക്കൂട്ടത്തിൽ ഉണ്ടെന്നതാണ്. ഇവരിൽ പലരും ബാങ്ക് ലോൺ തിരിച്ചടവ് പൂർത്തിയാക്കാതെയാണ് രാജ്യം വിട്ടത്. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ടു പോയവരും ഇതിലുണ്ട്. ആ ജോലി നഷ്ടപ്പെട്ട് കടം കയറി ഇവിടെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത നമ്മുടെ വിദേശ രാജ്യവകുപ്പ് അറേഞ്ച് ചെയ്ത ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്ന കഷ്ടപ്പെട്ട
ജോലിയും ഒക്കെ നഷ്ടപ്പെട്ട് സുഖമില്ലാതെ ബെഡിൽ കിടന്നു പോയവർ വരെ ഈ ലോൺ എടുത്തവരുണ്ട്. ഇതൊരു കഴിഞ്ഞ ഒരു 1-2 വർഷം കൊണ്ട് ലോൺ എടുത്തിട്ട് പോയ ആൾക്കാരുടെ നമ്പറല്ല ഈ 1000, 1200 അല്ലെങ്കിൽ 700 എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ 8, 9, 10 വർഷമായിട്ട് ഒരു ബാങ്കിനകത്ത് വന്നു കിടന്ന സാധനങ്ങളുടെ ലയബിലിറ്റി എല്ലാം അവർ നോക്കിയപ്പോൾ ഈ വർഷം ഇതെല്ലാം ക്ലോസ് ചെയ്യണമെന്നുള്ള ചിന്തയിൽ ഇവർ ഈ മൊത്തം ആൾക്കാർക്ക് നോട്ടീസ് അയക്കുകയും ഇത് കൈപ്പറ്റാതെ വന്നപ്പോൾ അതിൻ്റെ അഡ്രസ്സ് അനുസരിച്ചിട്ട് നാട്ടിലെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും അവർ താമസിക്കുന്ന ഇവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അനുസരിച്ചിട്ടുള്ള കേസ് കൊടുത്ത് അതിൻ്റെ നിജസ്ഥിതി ഇയാളവിടെ ലൈവായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി ഇവിടെ കൊണ്ടുവരുന്നതിനാണ് ഇവിടുത്തെ ബാങ്കുകൾ ഇപ്പോൾ ഇതിന് ശ്രമിച്ചിരിക്കുന്നത്. കാരണങ്ങൾ എന്തുതന്നെയായാലും വായ്പ നൽകിയ തുക തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾ സാധ്യമായ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുമെന്നാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. തിരിച്ചടവ് മുടങ്ങിയതിന്റെ കാരണങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. അക്കാര്യങ്ങൾ ബാങ്കിനെ ബോധ്യപ്പെടുത്താനായാൽ അതിനനുസരിച്ചുള്ള ഇളവുകളോ നിയമ നടപടികളിൽ നിന്നുള്ള ഒഴിവാക്കലോ ഉണ്ടായേക്കാം. എങ്കിലും ബാധ്യത അവസാനിച്ചു എന്ന ബാങ്കിന്റെ സ്ഥിരീകരണം കൈപ്പറ്റുക എന്നത് പ്രധാനമാണ്. കൃത്യമായിട്ട് അടവ് പോയില്ലെങ്കിൽ 2-3 ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പീസ് ഓഫ് മൈൻഡ് പോകും. 3 ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്നും കളക്ഷൻ ഏജൻസിനും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കോൾ വന്നുകൊണ്ടേയിരിക്കും. അടയ്ക്കണം, ഇത്ര എമൗണ്ട് ഇന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ കേസ് വീഴും, നാളെ അടയ്ക്കണം, എങ്ങനെ കേസ് വീഴും. നമുക്ക് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. നമുക്ക് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഔട്ട് ചെയ്ത ന്യൂസ് പ്രകാരം 1425 മലയാളികളാണെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ UAE നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് കേസുകൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ട്രാവൽ ബാൻ അനുഭവിച്ചിട്ട് ട്രാവൽ ബാൻ കിട്ടിയിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ വരാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രവാസികൾ എടുക്കുന്ന ബാങ്ക് ലോൺ മുടങ്ങുന്ന സാഹചര്യങ്ങളിൽ പണം തിരിച്ചുപിടിക്കാനായി ചില ഏജൻസികളെ ചുമതലപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അവർ പല വഴികളിലൂടെ പണം തിരിച്ചടപ്പിക്കാനായി ശ്രമിക്കുന്നതും പരാതികൾക്ക് ഇടവരുത്താറുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ ഇത്തരം ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പല ആളുകളും പറയുന്ന പരാതിയാണ്, ഒരു തേർഡ് പാർട്ടി ഏജൻറ്റിന് കൊടുത്ത് അവർ വീട്ടിൽ വിളിച്ച് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറയാം, ഞാൻ എടുത്തത് ഇന്ന രാജ്യത്തു നിന്നാണ്, അവർക്ക് എനിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി കൈക്കൊള്ളാം. മാത്രമല്ല എൻ്റെ സാഹചര്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അവർ അങ്ങനെ ഒരു നിയമ നടപടി എടുത്ത് അതിനൊരു ലോയർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്ത് കഴിയുമെങ്കിൽ അവർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നിയമപ്രകാരം മറുപടി കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ചുരുക്കം ഒരിക്കലും നമ്മൾ ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കേണ്ട എന്നല്ല. നമ്മൾ എടുത്തിട്ടുള്ള എമൗണ്ട് നമ്മുടെ സാഹചര്യത്തെ, ആ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ ബാങ്കിൽ നിന്നും ജെന്യുവനായിട്ട് ഒരു സെറ്റിൽമെൻറ്റ്, അത് തവണകളായിട്ടോ കഴിയുമെങ്കിൽ 1 ടൈമോ ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള സന്നദ്ധത ബാങ്കിനെ കമ്മ്യൂണിക്കേഷനിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമുക്കതിനൊരു അവസരം വരുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുക. ചുരുക്കം ഇതാണ്, ഏതൊരു രാജ്യത്തെയും ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കേണ്ടത് തന്നെയാണ്. അതിന് സാധിക്കാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി ബാങ്കിനെ ബോധ്യപ്പെടുത്തേണ്ടതും നിർബന്ധമാണ്. ആത്യന്തികമായി നമുക്കൊക്കെ വേണ്ടത് മനസ്സമാധാനത്തോടെയുള്ള ജീവിതമാണല്ലോ. പണം എന്നത് സമാധാനം നൽകുന്നതും സമാധാനം കെടുത്തുന്നതുമായ ഒന്നാണ്. ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുക.